കോഴിക്കോട് നിന്നുള്ള മറ്റൊരു വാർത്തയിലേക്കാണ്. യുവതിയെ പിന്തുടർന്ന് പീഡിപ്പിക്കാൻ ശ്രമിച്ച യുവാവിനെ പിടികൂടിയിരിക്കുന്നു. കലായി സ്വദേശി അജ്മൽ ബിലാലാണ് പിടിയിലായത്. യുവതിയുടെ സ്കൂട്ടർ തകരാറിലായി എന്ന് വിശ്വസിപ്പിച്ചായിരുന്നു ആക്രമണം. അഭിജിത്ത് മുഴക്കുന്നാണ് ചേരുന്നത്. അഭിജിത്ത്, ഈ യുവാവിനെ ഏതായാലും പിടികൂടിയിരിക്കുകയാണ്. ഇയാൾ ആസൂത്രിതമായി തന്നെ ആക്രമിക്കുകയായിരുന്നു എന്ന് വേണം കരുതാൻ, അല്ലേ? വിനീത, അങ്ങനെ തന്നെയാണ്. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച പട്ടാപ്പകലാണ് ഈ സംഭവം. തന്റെ സ്കൂട്ടറിൽ യാത്ര ചെയ്യുകയായിരുന്നു ഈ പെൺകുട്ടി. അതിനിടയിലാണ് മറ്റൊരു സ്കൂട്ടറിൽ ഈ പ്രതി പെൺകുട്ടിയെ പിന്തുടർന്നെത്തിയത്. ശേഷം ഈ പെൺകുട്ടിയോട് ഈ പ്രതി പറഞ്ഞു, നിങ്ങളുടെ സ്കൂട്ടറിന് എന്തോ തകരാറുണ്ട് എന്ന് വിശ്വസിപ്പിച്ചു. താൻ ഇത് നന്നാക്കി തരാം, അതിന് താൻ സഹായിക്കാം എന്ന് പറഞ്ഞ് ഈ പെൺകുട്ടിയുമായി ഒരു വർക്ക്ഷോപ്പിലേക്ക് ഈ യുവാവ് പോവുകയാണ്. അതിനിടയിൽ വിജനമായൊരു സ്ഥലത്തെത്തിയപ്പോൾ പെൺകുട്ടിയോട് യുവാവ് ഇവിടെ വെച്ച് താൻ ഈ വാഹനം നന്നാക്കി തരാം എന്ന് പറഞ്ഞു. ഇത് വിശ്വസിച്ച് പെൺകുട്ടി സ്കൂട്ടർ അവിടെ നിർത്തി. അതിനിടയിലാണ് ഇയാൾ ഈ പെൺകുട്ടിയെ കയറി പിടിക്കാനും പീഡിപ്പിക്കാനും ശ്രമിച്ചത്. പെൺകുട്ടി ഉടൻ തന്നെ അവിടെ നിന്ന് രക്ഷപ്പെട്ട് സ്കൂട്ടർ എടുത്ത് പോവുകയായിരുന്നു. പക്ഷേ ഇയാൾ പിന്തുടർന്നെത്തി മറ്റൊരു സ്ഥലത്ത് വെച്ച് ഈ പെൺകുട്ടിയെ തടഞ്ഞു നിർത്തി വീണ്ടും പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് പരാതി. ഈ പെൺകുട്ടി ഉച്ചത്തിൽ നിലവിളിക്കുകയും അങ്ങനെ ആളുകളൊക്കെ ഓടിക്കൂടുകയും ചെയ്യുകയായിരുന്നു. അതിനിടയിൽ ഈ പ്രതി അവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. പിന്നാലെ ഇവിടെയുള്ള CCTV ദൃശ്യങ്ങളൊക്കെ കേന്ദ്രീകരിച്ച് പോലീസ് ഒരു അന്വേഷണം ആരംഭിച്ചു. അങ്ങനെയാണ് ഇന്നിപ്പോൾ ഈ അജ്മലിനെ പോലീസ് പിടികൂടിയിട്ടുള്ളത്. വിനീത, നിരവധി കേസുകളിൽ പ്രതി കൂടിയാണ് ഈ അജ്മൽ എന്ന് പോലീസ് വിവരം പറയുന്നു. ശരി, അതാണ് സ്ഥിരം കുറ്റവാളിയാണ് അജ്മൽ എന്നതാണ് അഭിജിത്ത് മുഴക്കുന്ന വിശദാംശങ്ങൾ നൽകിയത്.